ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ് കേട്ടോ. ദറ്റ് ഈസ് നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡെ എഴുതിയ ഒരു സ്പീച്ചാണ് ദ 3 L's ഓഫ് എംപവർമെൻ്റ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എല്ലാവരും കൃത്യമായിട്ട് ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എല്ലാവരും കൃത്യമായിട്ട് ഇതിനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം 8 മാർക്കിന് നമുക്ക് എസ്സേക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു പ്രസംഗമാണ്, സ്പീച്ചാണ്. നോക്കൂ, ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ ബേസിക്കലി പറയുകയാണെങ്കിൽ വിമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് തന്നെയാണ്, സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. നോക്കൂ, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റീൻ ലഗാർഡെ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്ന കാര്യം നമ്മുടെ ലോകം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് വിമണിന് പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു പോകുന്നു. അത് സ്ത്രീകൾക്ക് പങ്കാളിത്തം പല മേഖലകളിലും കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കാര്യം. കാരണം ഇപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് ഈ ജനസംഖ്യയിലൊക്കെ പകുതിയിൽ കൂടുതലും സ്ത്രീകളാണ് വരുന്നത് അല്ലേ. ഹാഫും എന്തായാലും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ജനസംഖ്യ വന്നിട്ട് കൂടി അവർക്ക് എക്കണോമിക് ലെവലിൽ മീൻസ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുടെ ഒരു അവസരങ്ങളും ഒക്കെ അവരുടെ പങ്കാളിത്തം എല്ലാം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ കാണുന്നതെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറിയേ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ആര് പറയുന്നത്, ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്രിസ്റ്റീൻ ലഗാർഡെ ഇവിടെ 3 L's എന്ന് പറഞ്ഞിട്ട് 3 സംഭവങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, 3 എല്ലുകളാണ്. എല്ലുകൾ എന്ന് പറയുമ്പോൾ ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും. അതെല്ലാവരും അറിഞ്ഞിരിക്കുക, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് വെച്ചാലും ചോദിച്ചാൽ എഴുതാൻ പറ്റുള്ളൂ. ദ 3 L's എന്ന് പറയുമ്പോൾ 3 L's എന്ന് എഴുതിയിരിക്കുന്നതും കണ്ടല്ലോ, ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാൻ പറ്റണം എല്ലാവർക്കും. നോക്കൂ, പിന്നെ എന്താ, ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ പറയുന്നത് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ, എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്, വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്ത് മാറ്റം കൊണ്ടുവരണമെങ്കിലും അവിടെ ഏറ്റവും ആവശ്യം അടിസ്ഥാനമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് എഡ്യൂക്കേഷൻ. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ ആയിട്ടായിക്കോട്ടെ, വിമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടായിക്കോട്ടെ, അവിടെ എല്ലാം നമ്മൾ ഫസ്റ്റ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട കാര്യം എന്താണ്, വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പരസ്പരം വിമണിന് തന്നെ പരസ്പരം സഹായിക്കാനും, അതുമാത്രമല്ല അവർ ഇതുവരെ കുടുങ്ങിക്കിടന്ന ബന്ധനങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് അവർക്ക് എന്താണ് പുറത്തു വരാനും ഒക്കെ അവർക്ക് സഹായിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട്. അതാണ് നമ്മൾ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് അവർ ഇതുവരെ മീൻസ് എന്താ പറയുക, എല്ലായിടത്തിൽ നിന്നും അവരെ പുറന്തള്ളപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അവർക്ക് പുറത്ത് വരണമെങ്കിൽ, ആ ബന്ധനങ്ങളെല്ലാം തകർത്തവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് എന്ത് വേണം, എഡ്യൂക്കേഷൻ വേണം, ലേണിംഗ് വേണം. ഓക്കെ, അവിടെ ഒരു അഡേഷ് പറയുന്നുണ്ട്, ആഫ്രിക്കൻ അഡേഷ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ ഈ പഴഞ്ചൊൽ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്, ആഫ്രിക്കയിൽ പറയുന്ന ഒരു ശൈലിയാണ്. നോക്കൂ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഒന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ പറയുന്നത്, നിങ്ങളൊരു ആൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മീൻസ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്, ഒരു മാനിനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയണേ. ഇനി ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്. ഓക്കെ, അത് നിങ്ങളൊരു ഗേളിന് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഒരു ഗ്രാമത്തെ മുഴുവനുമാണ് നിങ്ങൾ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് പറയുന്നത്. അതെന്താണെന്നറിയോ, ഇപ്പം അവരുദ്ദേശിക്കുന്ന കാര്യം, ഗേൾസിന് വിദ്യാഭ്യാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ സമൂഹത്തിലെ ബാക്കിയുള്ള ജീവിജാലങ്ങളോടും ഈ അവർക്ക് കിട്ടിയ അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് സ്ത്രീകൾ എന്നുള്ളൊരു അസംഷനിലാണ് എന്നുള്ളൊരു ഫാക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ആഫ്രിക്കൻ അഡേഷ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയുന്ന ഒന്നാമത്തെ എല്ല് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എല്ലാണ്, മീൻസ് എല്ല്. ഓക്കെ, എല്ലാണ് ലേബർ എന്ന് പറയുന്നത്. ഈ ലേബർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക സ്ത്രീകൾക്ക്. അത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ചോദിക്കും, അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടല്ലോ സ്ത്രീകൾക്ക് എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലോ പേയിങ് ആയിരിക്കും, അതായത് കുറഞ്ഞ വേതനമായിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ എന്താ, ലോ സ്റ്റാറ്റസ് ആയിരിക്കും, അവർക്ക് സ്റ്റാറ്റസും വളരെ കുറവായിരിക്കും. പിന്നെ ലോ സെക്യൂരിറ്റി, അതാണ് ഏറ്റവും മെയിൻ ഇഷ്യൂ അല്ലേ. അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവില്ല, ഒരു സുരക്ഷിതത്വം ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും പോരാ, വളരെ സേഫർ ആയിട്ടുള്ള, എന്നാൽ എന്താ പറയുക, തുല്യമായിട്ടുള്ള വേതനം നൽകുന്ന രീതിയിലുള്ള, ഹയർ സ്റ്റാറ്റസ് കൊടുക്കുന്ന രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ, തൊഴിലവസരങ്ങൾ തന്നെ ആർക്ക് കൊടുക്കുക, സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ എല്ലായിട്ടുള്ള ലേബറിലൂടെ ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്ന ഒരു കാര്യം. എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമുക്കറിയുന്നുള്ള കാര്യമാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് അല്ലേ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലി ചെയ്യുന്നവർക്ക് തുല്യ വേതനം തന്നെ കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്
എബിലിറ്റീസ് കൊടുക്കണമെന്നുണ്ട് എങ്കിൽ അവിടെ ആദ്യം നമ്മൾ മാറ്റേണ്ട കാര്യം നമ്മുടെ നിയമങ്ങളെയാണ് മാറ്റേണ്ടത്. ഓക്കെ, എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. എന്ന് പറയുമ്പോൾ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ നിയമങ്ങളാണ് മാറ്റേണ്ടത്? സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള സ്ത്രീ വിരോധമായിട്ടുള്ള നിയമങ്ങൾ, സ്ത്രീകൾക്കെതിരെ ഈ പറയുന്ന പോലെ വിവേചനമൊക്കെ വയ്ക്കുന്ന ലെവലിലുള്ള നിയമങ്ങളെയാണ് ആദ്യം നമ്മൾ മാറ്റേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരണം? അവർക്ക് സപ്പോർട്ടായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുക, സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായി? ഇതാണ് രണ്ടാമത്തെ എൽ ആയിട്ടുള്ള ലേബറിൽ പറയുന്ന കാര്യം. ഇനി മൂന്നാമത്തെ എൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഉയർന്ന പദവിയാണ് അല്ലേ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേധാവിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ലീഡർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്, അവർക്ക് ഉള്ളിലുള്ള പല കഴിവുകളും ടാലൻസും സ്കില്ലുകളും ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ ഈ ലീഡർഷിപ്പിലൂടെ സാധിക്കുമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന എബിലിറ്റീസും സ്കിൽസും ടാലൻസും ഒക്കെ. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകൾ വർക്കിൽ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പല വർക്കുകളും ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ പല മേഖലകളിലും ഇപ്പോൾ സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എന്താ പറയുക, ബെറ്ററായിട്ടാണല്ലേ സ്ത്രീകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പല ഉന്നതമായിട്ടുള്ള നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ക്രിസ്റ്റീൻ ലഗാർഡയും പറയുന്നത്. സ്ത്രീകൾ ഒരു പൊസിഷനിൽ ഒരു ലീഡർഷിപ്പ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യും, അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അതാണ് പറയുന്നത്, അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ലീഡർഷിപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്കില്ലും ടാലൻസും ഒക്കെ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, ലീഡർഷിപ്പ് കൊടുത്താൽ മാത്രമേ അതൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എന്താ പറയുക, രാഷ്ട്ര പുരോഗതിക്ക് കൂടി വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നൊരു കാര്യം. ഓക്കെ, പിന്നെ പറയുന്ന കാര്യമാണ് ലാസ്റ്റ് പറയുന്നൊരു കാര്യം, പല സ്ത്രീകളും ഇപ്പം നമ്മൾ 3 എല്ലുകളെ പറ്റി പറഞ്ഞു, ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും. ഇതൊക്കെ കൊടുക്കണമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നതല്ലേ. പക്ഷേ ഇതൊക്കെ കിട്ടിയെന്നിരിക്കട്ടെ, എന്നാലും കുറേ സ്ത്രീകളെങ്കിലും എന്താണ് ബാക്കിലോട്ട് നിൽക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടാവും. ഓക്കെ, അതായത് പേടിച്ച് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഈ ഒരു വിവേചനങ്ങൾക്കെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കൂട്ടരുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളോടാണ് അടുത്ത ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്ന കാര്യം, അങ്ങനെ ആരും തന്നെ ബാക്കിലോട്ട് ഒതുങ്ങി നിൽക്കേണ്ടവരല്ല സ്ത്രീകൾ, അവർ മുന്നോട്ട് വരേണ്ടവരാണെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ എന്ത് ചെയ്യുന്നു പറയുന്നത്. അതാണ് പറയുന്നത്, ഡെയർ ദ ഡിഫറൻസ്. ഈ മാറ്റം എന്താ പറയുക, ഈ ഒരു കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് വരണം എന്നാണ് അവർ പറയുന്നത്. ആരും ബാക്കിലോട്ട് നിൽക്കണ്ട, ആരും അവരുടെ കംഫർട്ട് സോണിൽ. ഇപ്പോൾ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും പറയുന്നുണ്ടാവുക, അടുക്കള, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഫാമിലിയുടെ കാര്യം, അത്രയല്ലേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കംഫർട്ട് സോൺ എന്നുള്ള നിലയ്ക്ക് നിൽക്കാണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുക, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വല്ലതൊക്കെ ചെയ്യുക, ഈ പറയുന്ന ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെ മുന്നോട്ട് വരിക എന്നുള്ള രീതിയിലാണ് സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അവസാനം അവർ പറയുന്നുണ്ട്, ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ വിവേചനത്തെയൊക്കെ ധീരതയോടെ നമ്മൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിവേചനം എല്ലാം തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും അതെല്ലാം ഇല്ലാണ്ടായിട്ട് തന്നെ മാറും എന്നാണ് ആര് പറയുന്നത്, ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ വേഗം തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. 3 Ls ഓഫ് എംപവർമെൻറ്റ് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ആയാലും ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം അവർ പറഞ്ഞു ഭയങ്കര ചലഞ്ചിലാണ് നമ്മൾ ലോകം പോകുന്നത്. അപ്പോൾ ആ ചലഞ്ചിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 എല്ലുകൾ വേണം, ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു കുറേ സ്ത്രീകൾ ബാക്കിലോട്ട് നിൽക്കുന്നുണ്ട്, അവരെ കൂടി മുന്നോട്ട് കൊണ്ടുവരണം, അവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന ലെവലിലാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ?